ഹലോ. നവംബർ 5 മുതൽ 16 വരെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പം നവംബർ 15-ന് രാത്രി 10:45-ന് റൈറ്റേഴ്സ് ഫോറം ഹാൾ നമ്പർ 7-ൽ വെച്ച് എൻ്റെ മഞ്ഞ മന്ദാരം എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ ബുക്ക് റിലീസാവുകയാണ്. കൈരളി ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷർ. കൈരളി ബുക്സ് ഈ വർഷം ഏപ്രിൽ മുതൽ ഈ ബുക്ക് സെല് ചെയ്യുന്നുണ്ട്. പക്ഷെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ സമയത്ത് തന്നെയാണ്. എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. കാരണം അതൊരു വലിയ സംഭവമാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് എൻ്റെ ഈ ബുക്ക് റിലീസ് ചെയ്യണം എന്നുള്ളത് എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഈ സമയം എൻ്റെ ഈ ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം, എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ഞാൻ അവിടെ റീച്ച് ചെയ്തു എന്ന് പറയാൻ പറ്റിയ ഒരു സമയമാണിത്. ഏകദേശം ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ വളരെ സീരിയസ് ആയിട്ട് എഴുത്തിനെ കാണാൻ തുടങ്ങിയത്. അതിൽ തന്നെ 3 വർഷമായതേ ഉള്ളൂ ഈ മലയാളി എന്ന് പറയുന്നൊരു ഓൺലൈൻ പോർട്ടലിൽ എൻ്റെ സ്റ്റോറീസ് ഫ്രീക്വൻ്റായിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങുകയും അത് വരാൻ തുടങ്ങുകയും ആൾക്കാർ വായിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായതേ ഉള്ളൂ. ഈ മലയാളി എന്ന് പറയുന്നൊരു അമേരിക്കൻ എന്താ പറയണത്, ഒരു അമേരിക്കൻ ന്യൂസ് പോർട്ടൽ എന്ന് പറയാം. ഒരു അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്, ന്യൂസ് മാത്രമല്ല. അതിനകത്ത് ആക്ച്വലി എന്താ പറയേണ്ടത്, അതിനകത്ത് പോയംസ് വരും, എഴുത്തുകാരുടെ കഥകൾ വരും, ആർട്ടിക്കിൾസ് വരും, നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു മലയാളം പോർട്ടൽ. അപ്പോൾ അതിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ 3 വർഷമായിട്ട്. അപ്പോൾ ഒത്തിരിയും കഥകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഒന്നും ഈ മലയാളിയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ എഴുതിയ കഥകളിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ബുക്കെങ്കിലും പബ്ലിഷ് ചെയ്യാനുള്ള കഥകൾ ഇപ്പം തന്നെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ നിന്നും 28 കഥകൾ തിരഞ്ഞെടുത്ത് ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പം പിന്നെ ഈ ബുക്കിൽ 28 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഇതിൻ്റെ വില 280 രൂപ ആൻഡ് ഇതിൽ 157 പേജസ് ഉണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ കഥകളിൽ മെജോറിറ്റിയും പ്രണയ കഥകളാണ്. പിന്നുള്ളത് യാത്രകളിൽ സംഭവിച്ച കുറേ കാര്യങ്ങളും പിന്നെ കുഞ്ഞിലെ സംഭവിച്ച കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തുണ്ടാക്കിയ കുറേ കഥകളും. പക്ഷേ ഞാനൊരു കാര്യം പറയാനാണെങ്കിൽ, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കഥകളാണെന്ന് വായിക്കരുത്. അപ്പം ഞാനിത് പറയുമ്പം ഓരോ കുഞ്ഞിലെ സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ കാണും റിയാലിറ്റി. അത് ഞാൻ ഇമാജിനേഷനും കൂടെ ചേർത്ത് എഴുതുന്നതാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതെല്ലാം റിയൽ ആണെന്ന് വിചാരിക്കരുത്. അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. റിയാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇമാജിനേഷൻ ഉണ്ട്. ചില കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ഉണ്ടാവുന്നൊരു ഫീലായിരിക്കും ഒരു കഥയായി മാറുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു പ്ലേസ് എനിക്ക് ഉണ്ടാക്കി തരുന്നൊരു ഫീൽ. ഇപ്പോൾ അതെനിക്കൊരു ഹൊറർ ഫീൽ ആണെങ്കിൽ ഞാനൊരു ഹൊറർ കഥ എഴുതും. പക്ഷെ അപ്പോൾ ആൾക്കാരത് റിയലാന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല. ഞാൻ പണ്ടൊക്കെ കഥകളൊക്കെ പണ്ട് എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ചിലവരൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു, ഇതെപ്പോൾ സംഭവിച്ചാണ്, ഇത് ഒത്തിരി ആഘാതമുണ്ടാക്കിയോ, അങ്ങനെ വളരെ കൺസേൺ ആയിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കാരണം അവർ വായിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. ഞാൻ ഇപ്പം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ന്യൂസിൽ നിന്നൊക്കെ വരുന്ന കുറേ കാര്യങ്ങൾ, അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് ഞാനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ആദ്യ നാളുകളിലൊക്കെ എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി വരുന്നു. അപ്പം നമ്മൾ എഴുതുന്നവർക്കറിയാൻ പറ്റും നമ്മൾ എഴുതുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളല്ല, അല്ലെങ്കിൽ പിന്നെ ഇത് യാഥാർത്ഥ്യമാണ്, അല്ല എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ് എഴുതുന്നവരുണ്ട്.
അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എഴുതുമ്പോൾ വായനക്കാർ വിചാരിക്കും, ചിലവർ വിചാരിക്കും ഇത് റിയാലിറ്റിയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ അല്ല. അപ്പം നമ്മൾ റിയലാണ്, ഇതെൻ്റെ ജീവിതമാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അതാവുന്നത്. അപ്പം ഇത് പല കഥകളും മിക്സ്ഡാണ്. അതുകൊണ്ട് ചിലത് റിയലാണ്, ചിലത് തീർത്തും ഇമാജിനറി, ഇപ്പം യാദൃച്ഛികമാണ് തീർത്തും, ചിലത് മിക്സാണ്, ഇത് രണ്ടും കൂടെ. അപ്പോൾ എൻ്റെ ഓരോ കഥകൾ, അതിനകത്ത് ഒരു കഥ എൻ്റെ മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ മമ്മൂട്ടി തെന്മലയിലൊരു സിനിമ ഷൂട്ടിങ്ങിന് വരുന്നതാണ്. സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ടിങ്ങിന് വരുന്നതാണ്. അപ്പോൾ അത് റിയലായിട്ടുള്ളൊരു കഥയാണ്. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ചില കഥകളൊക്കെ റിയലാണ്, ചില കഥകളൊക്കെ ഇമാജിനറിയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഈ ചില ക്ലീഷയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പ്രണയം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളെൻ്റെ പ്രണയ സ്റ്റോറിയൊക്കെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളുടെ സ്റ്റോറിയാണോ എന്ന് പോലും വിചാരിച്ചു പോകും. കാരണം പ്രണയം ക്ലീഷയാണ്. ഇപ്പോൾ എല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെ ഒരേ വർത്തമാനങ്ങളൊക്കെ ആയിരിക്കും പ്രണയിക്കുന്നവർ തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് വായിക്കുമ്പോൾ വിചാരിക്കും നിങ്ങളുടെ സ്റ്റോറിയാണോ എന്ന് വിചാരിക്കും. അങ്ങനെ അതാണ്, എല്ലാം വായിക്കുന്നവരുടെ ഇമാജിനേഷന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. എല്ലാം അങ്ങനെയാണ്, നമ്മൾ വായനക്കാരെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്, അവരുടെ ചിന്ത, അവർ പോകുന്ന, നമ്മുടെ ബുക്ക് വായിക്കുമ്പോൾ അവർ പോകുന്ന ലോകം. അപ്പം അതിനെ ഞാൻ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അതിന് മുന്നോടിയായി എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും ചിലപ്പോൾ റിയാലിറ്റി ആയിരിക്കില്ല എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു 280 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പണം വേസ്റ്റ് ആകുന്ന ഒരു പരിപാടിയല്ല. ഞാൻ അത്രയ്ക്ക് നല്ല നല്ല കഥകളാണ് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒത്തിരി ആത്മാർത്ഥമായി എഴുതിയതാണ്. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ എഴുതുമ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ആ കഥ എഴുതി, നമ്മുടെ ആ സമയത്തെ നമ്മുടെ മാനസികാവസ്ഥ, നമ്മൾ ഓരോരോ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരോ കഥ എഴുതുന്നത്. ഇതിനകത്ത് ഇതിനുമപ്പുറം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് എൻ്റെ ബുക്കിനകത്ത്. അത് ഞാൻ ഭയങ്കരമായി പനി പിടിച്ച് വിറച്ചിരുന്ന സമയത്ത് ദുബായിൽ ഒരു കാപ്പി കുടിക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കഥയാണ്. എനിക്കത് ഭയങ്കര ഫേവററ്റാണ്. എനിക്ക് അത് ഇപ്പോൾ വായിക്കുമ്പോഴും എനിക്ക് കാരണം ഞാൻ ആ ഒരു സമയത്ത് പനി പിടിച്ചിരുന്നപ്പോൾ എൻ്റെ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു മാനസികാവസ്ഥയിൽ എഴുതിയ കാര്യം 2 വർഷങ്ങൾക്കിപ്പുറം ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വാവ്, ഫാന്റാസ്റ്റിക് ഫീലിംഗ്. ഇത് ഞാൻ എഴുതിയതാണോ? കാരണം ആ സമയത്തെ ഒരു ഫീലല്ല, അല്ലെങ്കിൽ ആ സമയത്തെ ഒരു മാനസികാവസ്ഥയല്ല ഈ സമയത്ത്. അപ്പോൾ ആ സമയത്തെ ഒരു അർത്ഥബോധാവസ്ഥയല്ല ഇപ്പോൾ എനിക്ക്. ഞാൻ പനി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, പനി പിടിച്ച സമയത്ത് എഴുതിയോണ്ടാണ് അർത്ഥബോധാവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പം വളരെ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ എൻ്റെ ഓരോ കഥകൾ വായിച്ചു നോക്കുമ്പോഴും, ഓരോരോ കാലത്ത് എഴുതിയ, അല്ല ഓരോരോ സമയങ്ങളിൽ എഴുതിയ ഓരോരോ കഥകൾ വായിച്ചു നോക്കുമ്പോഴും ഞാൻ എത്ര നാളുകൾക്ക് ശേഷമാണെങ്കിലും ഞാൻ തിരിച്ച് ആ ഒരു കാലത്ത്, അല്ലെ ആ ഒരു എൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ തിരിച്ച് പിന്നെയും ചെല്ലുകയാണ്. അപ്പം എനിക്കിത് ഭയങ്കര ഫേവററ്റാണ്. എനിക്കത് അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എനിക്കതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ കവർ പേജ് ഇതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ബഷീറാണിത്. ഇത് ബഷീറാണ്. ബഷീറിൻ്റെ കയ്യിൽ ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നൊരു ഗ്ലാസ് ഉണ്ട്, നല്ല നിലാവുണ്ട്, നല്ല പൂർണ്ണചന്ദ്രൻ, പിന്നെ കണ്ട മുറ്റത്ത് മൊത്തം റോസാ ചെടികൾ നിറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അടുത്ത് ഒരു ബുക്ക് പിടിച്ച് നിൽക്കുന്ന ആൾ ഞാനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കവർ പേജ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കഥ ഈ ബുക്കിലുള്ള ഒരു കഥയിൽ ആ കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനോട് സംസാരിക്കുന്നത് പോലെയാണ് ആ കഥ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ കവർ പേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ബഷീർ. അപ്പം എനിക്ക് പുള്ളിയുടെ ഓരോ കഥകൾ വായിക്കുമ്പോഴും പുള്ളിയുടെ
കഥകളിലൊക്കെയുള്ള ഒരു ഓരോ കഥകളിലെയും പ്രണയിനി ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതുപോലെ തന്നെ എനിക്ക് മുഹമ്മദ് ബഷീറിനെയും ഞാനും കൂടെ ചേർന്നുള്ളൊരു കഥയൊക്കെ ഞാൻ അങ്ങനെ വളരെ ഇഷ്ടത്തോടു കൂടി എഴുതിയൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ എൻ്റെ ഫേവററ്റാണ്. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കവർ പേജായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വരച്ചത് PR രാജൻ. അപ്പം ഈ പുള്ളിയെയും എനിക്ക് ഈ മലയാളിയുടെ ചീഫ് എഡിറ്റർ ജോർജ് ജോസഫ് സാറ് പരിചയപ്പെടുത്തി തന്നെയാണ്. അപ്പം സാറിൻ്റെയും പടങ്ങളൊക്കെ വരയ്ക്കുന്നത് PR രാജനാണ്. വളരെ ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഞാനതിന് ഐഡിയ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പം ഞാനൊരു പേപ്പറിൽ ഇവിടെ മരം എന്ന് പറഞ്ഞിട്ട് 2 വര വരച്ചിട്ട് മരം എന്നെഴുതി, ഇവിടെ ബഷീർ ഇരിക്കുന്നു, ചാരുകസേര ഇരിക്കുന്നു എന്ന് എഴുതി, ഇവിടെ ഒരു ഗ്രാമഫോൺ, ഒരു ചന്ദ്രൻ വേണം, ഞാനിവിടെ താഴെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ്, മുറ്റത്ത് മൊത്തവും റോസാപ്പൂ വേണം എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങനെ വരച്ച്, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ 2 മരയൊക്കെ വരച്ച് കൊടുത്തു. പക്ഷെ അത് എത്ര മനോഹരമാക്കിയിട്ടാണ് പുള്ളി എനിക്ക് അതിൻ്റെ റിസൾട്ട് എനിക്ക് തന്നെന്നുള്ളതാണ്. അപ്പം അതിനകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നതെങ്കിലും നമ്മൾ എങ്ങനെ ഓരോ ദിവസവും ഫ്രൂട്ട്ഫുൾ ആക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരോ ഇൻസിഡൻറ്റ്, ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് വിഷമിച്ചിരിക്കാതെ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം ഉണ്ടാക്കുന്നത്, അത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ഔട്ട്കം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാനിപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേയൊക്കെ കാര്യങ്ങളിലും ഇപ്പം ഈ എന്താ പറയുന്നത്, എല്ലാം കുറേ ന്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് പ്രണയപ്പക, എങ്ങനെ ഒരുത്തിയെ കൊല്ലുന്നു, ആസിഡ് ഒഴിക്കുന്നു, ഇപ്പോൾ അങ്ങനെയൊക്കെ ന്യൂസുകളാണല്ലോ വരുന്നത്. കുത്തിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ അതിനകത്തു നിന്നുള്ള ഏറ്റവും നല്ല ഔട്ട്കമ്മിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെഷീനിലേക്ക് ഒരു സാധനം ചെല്ലുന്നു, അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നൊരു കാര്യത്തിനെ നിങ്ങൾ എങ്ങനെ ഔട്ട്പുട്ടാക്കി എടുക്കുന്നു. അപ്പോൾ നിങ്ങളൊരു നല്ല വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം നിങ്ങളത് പ്രോസസ്സ് ചെയ്ത് പുറത്തെടുത്ത് അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഒരു സാധനം നിങ്ങൾ എങ്ങനെ ഏറ്റവും ഭംഗിയാക്കി നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും മനോഭാവമായിരിക്കണം എല്ലാവർക്കും ഉണ്ടാവേണ്ടുന്നത്. പിന്നെ എൻ്റെ ഈ ബുക്ക് കൈരളി പബ്ലിഷറിൻ്റെ ആണ്. അപ്പം അവരെനിക്ക് ഞാൻ ഈ വർഷം ആദ്യമാണ് ഞാൻ എൻ്റെ MD അശോക് സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നതും എൻ്റെ സ്റ്റോറി അയച്ചു കൊടുക്കുന്നതും. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് നമുക്കത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ സാർ എന്നോടൊരു 2 മാസം ചോദിച്ചു ഇതൊരു ബുക്കാക്കി ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് 2 മാസം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ അമ്മ സുഖമില്ലായിരിക്കുകയാണ്, എനിക്ക് എൻ്റെ മമ്മിയെ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ബുക്ക് കാണിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സാറ് എനിക്ക് വേഗം തന്നെ ഈ ബുക്ക് എനിക്ക് റെഡിയാക്കി തരികയും എൻ്റെ ഓതേഴ്സ് കോപ്പി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അയച്ചു തരികയും ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതെനിക്ക് മമ്മിയെ കാണിക്കാനൊക്കെ പറ്റി. എൻ്റെ ബുക്ക് മമ്മിയെ കാണിക്കാൻ പറ്റി. ഞാൻ മമ്മിയോട് ചോദിച്ചു അത് വായിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. കുറേ നേരം എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നു, വായിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം മമ്മി പറഞ്ഞു ഞാൻ എൻ്റെ അസുഖം മാറിക്കഴിയുമ്പോൾ വായിക്കാമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കട്ടിലേ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതിനകത്ത് 2 സ്റ്റോറി വായിച്ചു കൊടുത്തു. ഒന്ന് മമ്മിയുടെ സ്റ്റോറിയാണ്, കുരങ്ങി എന്നാണ് ആ സ്റ്റോറിയുടെ പേര്. അപ്പം ആ മമ്മിയുടെ സ്റ്റോറി വായിച്ചു. പിന്നെ വേറൊന്ന് സ്ഥലത്തെ പ്രധാന വിവാഹ സൽക്കാരം. അത് പുനലൂർ എൻ്റെ നാട്ടിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാഹത്തിനെ കുറിച്ച് ഞാനത് പോയതാണ്. അപ്പോൾ ഈ സംഭവം നടന്നതാണ്. അപ്പം ആ ഒരു കഥ മമ്മിക്ക് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് വായിച്ചു കൊടുത്തു. അതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 കഥ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ഉറങ്ങി. പിന്നെ അത് വായിക്കാൻ വേണ്ടി അടുത്ത് വെച്ചിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ അതെടുത്ത് അൽമാരിയിലൊക്കെ വെച്ചു. പക്ഷെ എന്താണേലും എനിക്ക് 2 കഥ വായിച്ച് കേൾപ്പിക്കാൻ പറ്റി.
പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനത് 2 വർഷം മുന്നേ ചെയ്തിരുന്നെങ്കിൽ, ഈ ബുക്ക് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, മമ്മിക്ക് കുറച്ചും കൂടെ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ ഇത് കിട്ടിയിരുന്നെങ്കിൽ മമ്മിക്ക് ഇത് മൊത്തം എടുത്ത് വായിക്കാനും കുറേ പേരെയൊക്കെ കാണിക്കാനും സാധിച്ചേനെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പം ഞാനിപ്പോൾ ലേറ്റായിട്ട് ഓരോന്നും ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നാളത്തേക്ക് നിങ്ങൾ മാറ്റി മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളത് എത്രയും വേഗം അത് തീർക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും വേഗം തീർക്കുക. കാരണം നിങ്ങൾ കടന്നു പോകുന്ന ഒരു ഹാപ്പി സിറ്റുവേഷൻ ആയിരിക്കത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ കാണില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾക്കത് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർത്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അത് കിട്ടട്ടെ ആ റിസൾട്ട്. അപ്പം എന്നെപ്പോലെ സമയം കളയരുത്. ഞാൻ ആക്ച്വലി സമയം കളഞ്ഞു. അപ്പോൾ ഞാൻ കുറേ സ്റ്റോറീസ് എഴുതുമായിരുന്നുവെങ്കിൽ ഇപ്പം തന്നെ എനിക്കൊരു 2-3 ബുക്സ് ഇറക്കാനുള്ള സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറേ എഴുതുമായിരുന്നെങ്കിലും എനിക്കതൊരു ബുക്കാക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു വെൽവിഷർ ഒരു അങ്കിൾ ഉണ്ട്, ഗീവർഗീസ് അങ്കിൾ. എൻ്റെ റിലേറ്റീവ് ഒന്നുമല്ല, യാദൃശ്ചികമായി പരിചയപ്പെട്ട ഒരു അങ്കിളാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോക്ക് കുറേയൊക്കെ എഴുതിയില്ലേ, ഇനി എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒരു ബുക്ക് ആക്കിക്കൂടെ എന്നൊക്കെ അങ്കിളിൻ്റെ ചോദിച്ചതിൻ്റെ ഫലമായാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് തന്നെ. പിന്നെ വേഗം ഇത് മമ്മി ഉള്ളപ്പോൾ തന്നെ എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ കൈരളി ബുക്സ് എനിക്ക് എത്രയും വേഗം എനിക്കിത് അശോക് സാർ എനിക്കിത് എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കി തന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് എൻ്റെ ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്യുന്ന ഈ സമയം. അപ്പോൾ എൻ്റെ ഈ ബുക്ക് റിലീസ് ചെയ്യുന്നത് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ റൈറ്റേഴ്സ് വെന്യൂവിൽ ഹാൾ നമ്പർ 7 അപ്പോൾ കൈരളി ബുക്കാണ് ഇതിൻ്റെ പബ്ലിഷർ. അപ്പം നിങ്ങൾക്കൊക്കെ രാത്രി 10:45 UAE ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് വേണ്ടി വരുന്ന ആൾക്കാർ, നിങ്ങൾ എൻ്റെ ബുക്ക് റിലീസിന് വരണം. എന്നിട്ട് എന്നെ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും മാറി നിൽക്കരുത്, എന്നോട് വന്ന് സംസാരിക്കണം. എനിക്ക് ഭയങ്കര അതിയായ സന്തോഷമായിരിക്കും. അപ്പം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സമയമാണിത്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ അത്രയേ ഉള്ളൂ. ഞാനിത് വാങ്ങിക്കാനുള്ള ഇതിൻ്റെ ലിങ്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ എല്ലാവരും വാങ്ങിച്ച് വായിക്കുക. അതിൻ്റെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനകത്ത് നിങ്ങൾ പറയണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ ഓരോ കഥകൾ എഴുതുമ്പോഴും ഞാൻ നോക്കും ഇന്ന് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കാണാൻ. കാരണം ഭയങ്കര അറിയാൻ താല്പര്യമുണ്ട്, എന്താണ് എൻ്റെ കഥയുടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അങ്ങനെയൊക്കെ അറിയാനുള്ള താല്പര്യം ഒരു ക്രിയേറ്ററിനുണ്ടാവും. അപ്പം നമ്മൾ ആ സമയത്ത് കഥ എഴുതാൻ പറഞ്ഞാൽ അതൊരു ക്രിയേഷനാണ്. അപ്പോൾ അത് ഒത്തിരി ടൈം കൺസ്യൂമിങ്, ഒത്തിരി എനർജി കൺസ്യൂമിങ് ആണ്. പക്ഷെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അന്നേരം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആ സമയത്ത് എൻ്റെ ബുക്ക് റിലീസിന് വരാൻ പറ്റുമെങ്കിൽ വരിക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എൻ്റെ ബുക്ക് വാങ്ങിക്കുക. അത്രയൊക്കെ ഉള്ളൂ. ബൈ.